എന്തോ എന്തോ ട്രോഫി പാട്ട് പാടിയ ട്രോഫി 10,000 ട്രോഫി. ഓഹോ, ഇത് കൊടുത്താലും ഏട്ടനുള്ള എന്റെ സുധിച്ചേട്ടൻ താമസിക്കുന്ന വീടായിരിക്കണം അത്. അപ്പോ ഒരു വിവാദം നടക്കുന്നുണ്ട് രേണുസുതിയെ പറ്റി. രേണുസുതിയുടെ അവാർഡുകളെല്ലാം എടുത്ത് ഹാളിലൊക്കെ വെച്ചിട്ട് കൊല്ലസുതിക്ക് കിട്ടിയ അവാർഡുകളെല്ലാം എടുത്ത് ചാക്കിൽ കെട്ടി കട്ടിന്റെ അടിയിലാണ് വെച്ചേക്കുന്നത്. എനിക്കിതിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് അത് തോന്നില്ല. ഒരു സാധാരണക്കാരാണ്, നമ്മളെയൊക്കെ പോലെ സാധാരണക്കാരാണ്. വലിയ വീടുമല്ല, വലിയ കൊട്ടാരം പോലെ മണിമാളികയൊന്നും അല്ല പണിത് കൊടുത്തിരിക്കുന്നത്. 3 റൂമുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ 2 റൂമുള്ള വീടൊക്കെ ആയിരിക്കാം. അപ്പൊ അവിടെ സൗകര്യം കുറവാണെന്നുള്ള തെളിവാണ് എന്താ പറയാ അവിടെ എന്താ പറയാ ഒരുപാട് തുണികളും ഒക്കെ കിടക്കുന്നത്. സാധാരണക്കാര് അങ്ങനെയുള്ള വീടുകളിലൊക്കെ നമ്മൾ അലമാരിക്കകത്ത് എന്തോരം എടുത്ത് വെക്കാൻ പറ്റും. ട്രോഫികളായാലും ഫോട്ടോകളായാലും ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും കൊല്ലസുതിക്ക്. ഇൻസ്റ്റഗ്രാമിലൊക്കെ അറിയാലോ, പലരും പല പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ അയച്ചു കൊടുക്കും അവരെ വരച്ച്. ഇതെല്ലാം എടുത്ത് ഭിത്തി വെക്കുക എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ? അതുപോലെ ഈ ട്രോഫികൾ തന്നെ എന്തോരം ഉണ്ടാവും, എല്ലാം എടുത്ത് വെക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനുള്ള സൗകര്യമൊന്നും ആ വീട്ടിൽ ഉണ്ടാവില്ല. വലിയ വീടൊന്നും ആയിരിക്കില്ല ഈ നമ്മൾ ഈ കാണുന്നത്. ഒരു വീട് അവർക്ക് പണിത് കൊടുത്തു, ആ കുഞ്ഞുങ്ങളെ ഓർത്ത്, നല്ല കാര്യം അവര് ചെയ്തു കൊടുത്തു. പക്ഷെ ഇതിന് ഈ ട്രോഫികൾ വെക്കാനും അല്ലെങ്കിൽ ഫോട്ടോ വെക്കാനും ഒക്കെ ഉള്ള സൗകര്യമൊന്നും ചിലപ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല. അത്ര വലിയ വീടുമായിരിക്കും. ഈ കിച്ചു ഇപ്പൊ ഈ വീഡിയോ എടുത്ത് ഇട്ടത് എന്താ പറയാ, ഇവരെ സൈബർ അറ്റാക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇവർക്കെതിരെ ആളുകൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടായിരിക്കുകയല്ല. ആ കുഞ്ഞ് ഒരുപാട് നാൾ കൂടി കിച്ചുവിനെ കണ്ടപ്പോൾ ഉള്ള സന്തോഷം കൊണ്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഒത്തിരി നാൾ കൂടി ആയിരിക്കും ഇവർ കാണുന്നത് നേരിട്ട്. അതിന്റെ എല്ലാം ഇവർ രണ്ടുപേരുടെ ആ പെരുമാറ്റത്തിലുണ്ട്, സംസാരത്തിലുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമാണ്. നമ്മുടെ ലല്ലുക്കുട്ടന്റെ അത്രയേ ഉള്ളൂ ഋതപ്പൻ. ഇത് കാണുമ്പോൾ എനിക്ക് വിഷമാണ് തോന്നിയത്, ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കുന്നതൊക്കെ. പിന്നെ അവൻ കുഞ്ഞായതുകൊണ്ട് അവനെ നോക്കാൻ ആൾക്കാർ വേണം. അപ്പൊ രേണുസുതിക്ക് വിശ്വാസമുള്ള രേണുസുതിയുടെ സഹോദരി ആയിരിക്കും ചിലപ്പോ വീട്ടിൽ നിൽക്കുന്നത്. അതിനൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ കുടുംബം അവിടെ ആയിരിക്കും ഇപ്പൊ ഇവർക്ക് കൂട്ടായിട്ട് നിൽക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാത്തിനും രേണുസുതി ഇങ്ങനെ ആക്രമിക്കുന്നത് ശരിയല്ല. അവര് സാധാരണ കുടുംബത്തിൽ അല്ലെ സാധാരണ പാവപ്പെട്ട വീട്ടിലാണ്. നമ്മളൊക്കെ എന്താ പറയാ തുണിയൊക്കെ ഇടുന്നത് ചിലപ്പോൾ ഇതുപോലുള്ള അയ കെട്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ കാറിന്റെ മുകളിൽ വരെ നമ്മൾ ഈ തുണികൾ കൊണ്ടിടാറുണ്ട്. ഇതെല്ലാം പാവപ്പെട്ടവർ ചെയ്യുന്നൊരു കാര്യമാണ്. അവർ വലിയ ആളൊന്നും അല്ലല്ലോ, വലിയ സ്റ്റാർ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നൊന്നും അല്ലല്ലോ. അപ്പൊ ആ വീട് എന്താ പറയാ അവിടെ നല്ല വെയിലുള്ളപ്പോ അവിടെ അതിന്റെ എന്താ പറയാ മതിലെല്ലാം തുണി കൊണ്ടിട്ടെന്ന് വരും. അയ കെട്ടുക എന്ന് പറയുമ്പോൾ അത് തന്നെ ഏറ്റവും വൃത്തിയോടല്ലേ, ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ അയ കെട്ടിയിടുക. അതൊക്കെ ഇവരെ വിമർശിക്കാൻ വേണ്ടിയിട്ട് അല്ലെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഓരോന്ന് കണ്ടുപിടിച്ച് ഉപദ്രവിക്കുന്നത്. വ്യൂസ് കിട്ടും. ആ വ്യൂസിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ എന്താ പറയാ എപ്പോഴും ഇങ്ങനെ, അതിന് എനിക്ക് താല്പര്യമില്ല. അപ്പോ കിച്ചു ആയാൽ പോലും ചിലപ്പോ വിഷമിക്കുന്നുണ്ടാവും ഇവരിങ്ങനെ ആക്രമിക്കുന്നതിന്. കാരണം ഒരു കാരണമായല്ലോ എന്ന് ഓർത്തിട്ട്. അതൊന്നും തെറ്റല്ല. ഈ കുറെ ട്രോഫികൾ എന്താ പറയാ എടുത്ത് ചാക്കി കെട്ടി അത് വേണ്ടെങ്കിൽ ആൾക്കാർ കളയില്ലേ, കളയല്ലോ ചെയ്ത് സൂക്ഷിച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത്. തുണി വെക്കുന്ന അലമാരിയിൽ എന്തോരം വെക്കാൻ പറ്റും. അത്രയും വലിയ കാശുള്ളവരൊന്നും അല്ലല്ലോ ഇതിനു വേണ്ടി പ്രത്യേകം സ്ഥലങ്ങളൊക്കെ പണിയാനോ അല്ലെങ്കിൽ അലമാരികൾ മേടിച്ചു വെക്കാനൊക്കെ. അപ്പൊ പാവങ്ങളായോണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മളൊക്കെ ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്റെ ചാച്ചിയൊക്കെ മരിച്ചു പോയിട്ട് ചാച്ചിയിലൊക്കെ ഫോട്ടോ പോലും ഞാൻ എന്റെ റൂമിൽ വെച്ചിട്ടില്ല, അലമാരിക്കത്തെടുത്ത് വെച്ചേക്കാറ്. നമ്മളൊക്കെ അങ്ങനെയാണ്. അല്ല ഇത് എടുത്ത് ഫോട്ടോ എടുത്ത് ഇങ്ങനെ ചുമ്മാ പറയാണ്, ആളുകൾ ചുമ്മാ പറയും ഓരോന്നൊക്കെ. നമ്മളെല്ലാം എന്താ പറയാ ഇതൊക്കെ അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറ്റം കണ്ടുപിടിക്കുകയാണ്, എല്ലാത്തിനും കുറ്റമാണ്, ചെയ്യുന്നതെല്ലാം കുറ്റമാണ്. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ
റീൽസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ അവർ ജീവിക്കട്ടെ. ഇത് ശരിക്കും അനാവശ്യമാണ് അവരെ വിമർശിക്കുന്നത്. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണിത്. അതൊക്കെ അത്രേ ഉള്ളൂ. ഇപ്പൊ കുറെ ട്രോഫികൾ നിരത്തി വെച്ചുകൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അത് മ്യൂസിയം നല്ലത്. ആൾക്കാർ നേരം എന്നും ചെന്നുണ്ട്. കൊല്ലസുധിക്ക് കിട്ടിയ അവാർഡുകൾ, കൊല്ലസുധിയൊക്കെ രക്ഷപ്പെട്ടു വന്നുകൊണ്ടിരുന്ന സമയത്താണ് അങ്ങനെ ഒരു കാര്യം നടന്നത് തന്നെ. ആക്സിഡന്റ് ഉണ്ടായത്, അദ്ദേഹം പോയത്. 1-2 സിനിമകളിലൊക്കെ സ്ഥിരമായിട്ട് സിനിമകളൊക്കെ കിട്ടാൻ തുടങ്ങിയ സമയത്താണ്. ഇനി ഋതപ്പനും അതുപോലെ കിച്ചും ഒക്കെ നല്ല രീതിയിൽ വരണം. കിച്ചുവിന്റെ ഒക്കെ ചാനലൊക്കെ നല്ല വ്യൂസ് ഒക്കെ അതിൽ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് സന്തോഷമേ ഉള്ളൂ കിച്ചുവൊക്കെ രക്ഷപ്പെടുന്നതിൽ. അപ്പൊ അവരെയൊക്കെ എന്താ പറയാ തെറ്റിക്കാതെ അവരെയൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത് എന്താ പറയാ കിച്ചുവിനെയൊക്കെ ഉപദ്രവിക്കുന്ന തരത്തിലാണ് ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരിലൊക്കെ ഒരു പിണക്കവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാക്കുന്ന എന്തിനാണ്? ചിലപ്പോ ഉണ്ടാകത്തില്ലായിരിക്കും. കാരണം അത്യാവശ്യം വിവരമുള്ള ആളുകളായിരിക്കും ഇവരൊക്കെ. കുറെ വീഡിയോസ് കണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ കിച്ചുവിനെതിരെ അവർ തിരിയത്തില്ലായിരിക്കും. എനിക്കിതില് എത്രേ പറയാനുള്ളൂ. നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണത്. അല്ലാതെ വലിയ സംഭവമൊന്നുമില്ല. അവർക്ക് കിട്ടിയ കുറെ അവാർഡുകളൊക്കെ അവരെടുത്ത് വെച്ചു, ആളിലോട്ട് വെച്ചെന്ന് പറഞ്ഞാൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം ഇവര് അവിടെ ഇല്ല. ആ ഒരു ഷൂട്ടിന്റെ കാര്യമൊക്കെ അവിടെ ഒരുപാട് പിള്ളേരുണ്ട്. അവരുടെ ചേച്ചിയുടെ മക്കളും അതുപോലെ ഋതപ്പനൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് കളഞ്ഞു എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം അവര് അതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നത്. അതൊക്കെ കട്ടൻ കടിയിലോട്ടൊക്കെ ആയിരിക്കും, ചിലപ്പോൾ അലമാരിയുടെ മണ്ടയിലോട്ടൊക്കെ ആയിരിക്കും. ഇതിന്റെ മുകളിൽ തന്നെ കുറെ കലങ്ങളും പാത്രങ്ങളൊക്കെ എന്റെ മുറിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അമ്മ. അങ്ങനെയാണ് പലതും. നമ്മൾ പാവങ്ങൾ അങ്ങനെയാണ്, പാവപ്പെട്ടവർ അങ്ങനെയൊക്കെയാണ്. എന്റെ ഈ റൂമിന്റെ മുകളിൽ തന്നെ എന്തൊരു കാലങ്ങൾ ഇരിപ്പുണ്ട്. അപ്പൊ എനിക്ക് അത്രേ പറയാനുള്ളൂ. അവരെയൊക്കെ ഉപദ്രവിക്കുന്ന വീഡിയോസ് ഒത്തിരി, നമ്മളൊരു മനുഷ്യനെ തേജോധം ചെയ്യുന്ന ഈ വീഡിയോസ് ഒന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. തെറ്റ് ഇപ്പൊ യൂട്യൂബർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ ഭാഗത്ത് തന്നെയാണ്. അവർ ചിന്തിച്ചുകൂടെ? അവർക്ക് ഇതൊക്കെ സാധാരണ ആൾക്കാർ ചെയ്യുന്ന കാര്യമല്ലേ? ഇത് അവര് എന്താ വ്യൂസിന് വേണ്ടിയിട്ട് കുറെ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് നിരന്തരം വേട്ടയാടുകയാണ് ചെയ്യുന്നത്. ഇത്രേ പറയാനുള്ളൂ. അത് കിച്ചുവെങ്കിലും മനസ്സിലാക്കണം. കിച്ചുവും ഋതപ്പനുമായിട്ടുള്ള ബന്ധമൊന്നും ഒരിക്കലും മുറിഞ്ഞു പോകാൻ പാടില്ല. അവൻ ഋതപ്പന്റെ അമ്മയായിട്ടുള്ള ബന്ധവും മുറിഞ്ഞു പോകാൻ പാടില്ല. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.